കേശവദേവ ട്രസ്റ്റ് പൊതുജന താൽപ്പര്യാർത്ഥം പ്രമേഹ ബോധവൽക്കരണത്തിനായി സൗജന്യമായി വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ലഘു ചിത്രമാണിത്. മലയാള ഭാഷയിലെ വാക്കുകൾക്കും വാചകങ്ങൾക്കും വിശേഷിപ്പിക്കുവാൻ കഴിയുന്നതിലും ഉപരിയായ ഒരു വ്യക്തിത്വമുള്ള ഒരു മഹാപ്രതിഭയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. പത്മശ്രീ മോഹൻലാലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമ്മുടെ കേശവദേവ് ട്രസ്റ്റിൻ്റെ ഒരു കുടുംബ സുഹൃത്താണങ്ങ്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പരിചയമാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ജീവിതം, അഭിനയം, തുടർച്ചയായ യാത്രകൾ, സംഘർഷം, പിരിമുറുക്കം, ഇതിൻ്റെ എല്ലാം നടുവിലാണെങ്കിൽ പോലും പ്രമേഹം പോലെയുള്ള ഗുരുതരമായ രോഗങ്ങൾ പിടിപെടാതെ ഒരു ദൈവാനുഗ്രഹം പോലെ, ഒരു അത്ഭുതം പോലെ ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആ മാജിക് എന്താണെന്ന് പറയാമോ? ആ ചോദ്യത്തിൽ തന്നെ ഡോക്ടർ ഒരു പ്രത്യേക വാക്ക് ഉപയോഗിച്ചു, ദൈവാനുഗ്രഹം. അതെ, തീർച്ചയായിട്ടും അത് ദൈവാനുഗ്രഹമാണ്. പിന്നെ ഒരു ഭാഗ്യമാണ് ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കുക. അതെ. പിന്നെ ഒരു ചിലപ്പോൾ ഹെറിഡിറ്ററി, ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഡയബറ്റീസ് അങ്ങനെയൊന്നും അധികം ആൾക്കാർക്കില്ല. ഇതെല്ലാം ഭാഗ്യം കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അതൊരു നമ്മുടെ ഒരു വിധിയാണ്. ഇത് ചോദിച്ച് വാങ്ങിക്കാവുന്ന കാര്യമല്ല, ദൈവാനുഗ്രഹം ചോദിച്ച് വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പം ഇത്തരം കാര്യങ്ങൾ, വേറെ കാര്യം പറഞ്ഞ് പിരിമുറുക്കം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു സ്ട്രെസ്സ് അധികം അനുഭവിക്കുന്ന ഒരാളല്ല. ബേസിക് അതാണ്. വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിനെ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇത്തരം രോഗങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോവുക, സെലിബ്രേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ ഒരു പക്ഷേ ഡോക്ടർക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ഒരു ഏജിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, വി ആർ ബോൺ ടു ഡൈ എന്ന് പറയും അല്ലേ. അതിന് ജരാനരകൾ ബാധിക്കുക, അസുഖങ്ങൾ വരിക, മരിക്കുക എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അപ്പോൾ കഴിയുമെങ്കിൽ ഒരു 30 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്തരം ടെസ്റ്റുകൾ അത് എല്ലാവർക്കും സാധിക്കുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കഴിയുന്നവർക്ക് ഇപ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ കൊളസ്ട്രോള് അല്ലെങ്കിൽ ഡയബറ്റീസ് അങ്ങനെയുള്ള ഇതൊക്കെ മേജർ ഫാക്ടറുകളാണെന്ന് തോന്നുന്നു. നമ്മുടെ ജീവിതത്തിനെ, നമ്മുടെ കംപ്ലീറ്റ് ജീവിതത്തിൻ്റെ ചിട്ടകളെ തെറ്റിക്കാൻ, നമ്മുടെ അതിൻ്റെ ഒരു രസങ്ങളെ കളയാൻ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കഴിയുമെങ്കിൽ ഒരു ചെക്കപ്പ് നടത്താനുള്ള അത് ഒരിക്കലും അത് ആരെങ്കിലും ഒന്ന് പുറകിൽ നിന്ന് തള്ളിക്കൊടുത്താൽ മാത്രമേ പലർക്കും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ പ്രായം 30-ന് മുകളിലാണോ എങ്കിൽ നിങ്ങളുടെ രക്തസമ്മർദ്ദം, രക്തത്തിലെ പഞ്ചസാര, കൊളസ്ട്രോൾ 6 മാസത്തിലൊരിക്കൽ പരിശോധിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരുപാട് മെഡിക്കൽ ജേർണൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മാഗസിനുകളിലൂടെ ഡോക്ടർമാർ അങ്ങനെയുള്ള ഒരുപാട് പേര് അസുഖങ്ങളെക്കുറിച്ച് എഴുതുന്നുണ്ട്. അത് അത്യാവശ്യം വായിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതൊരു ബോധവൽക്കരണം കൂടെയാണ് അല്ലേ. ഈ ഒരു അമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു മകന് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ മകന് വേണമെങ്കിൽ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാം. ഒരു എക്സ്ചേഞ്ചാണ്. അപ്പം അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ഇതിൻ്റെ ബേസിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് തിങ്കിങ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു രോഗം വന്നാൽ പോലും അതിനെ എങ്ങനെ നിയന്ത്രിക്കാം. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പേ പ്രമേഹത്തിന് ആയുർവേദത്തിലുണ്ട്. ചില ഇപ്പോൾ ഈ ഭൂതപ്രേത പിശാച് പറയുന്ന പോലെ ഒരു അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം ഒരു മെഷീനാണ്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് കൊണ്ടുപോയി ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ച് എന്താണ് കുഴപ്പമെന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അത് എനിക്ക് തോന്നുന്നത് അത് ഏറ്റവും ഒരു ബുദ്ധിപരമായ നീക്കമായിരിക്കും. ഇപ്പോൾ എല്ലാവരും പറയും വ്യായാമം എന്ന് പറയും. അത് എക്സസൈസ് എന്ന് പറയുന്നത് ഒരു ബോഡി ബിൽഡിങ്ങിന് വേണ്ടി മാത്രമല്ല. ഒരു ഭയങ്കര 6 പാക്ക് മസിലിനെക്കാട്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ തന്നെ ഒരുപാട് ഈ സൂര്യ നമസ്കാരം അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ എക്സസൈസ്, വാക്കിംഗ്. കാര്യം കാലുകളാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ കാറല്ല. പക്ഷികൾക്ക് ചിറക് പോലെയും അല്ലേ, മീനിന് അതിന് വെള്ളത്തിൽ നീന്താവുന്ന കൊച്ചു ചിറകുകൾ പോലെയൊക്കെ കാലുകളാണ് നമ്മുടെ ട്രാൻസ്പോർട്ട്. പക്ഷെ നമ്മൾ അതിനെ മറന്നിട്ട് നമ്മൾ സഞ്ചരിക്കുന്ന എപ്പോഴും പ്ലെയിനിലോ അല്ലെങ്കിൽ കാറിലോ ട്രെയിനിലോ ഒക്കെ സഞ്ചരിച്ച് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള വ്യായാമമില്ലാതാവും. അപ്പോൾ പറ്റുന്ന സമയത്ത് നമ്മൾ വ്യായാമം ചെയ്യുക.
ഞാൻ അത്യാവശ്യം എല്ലാ ദിവസവും എനിക്ക് എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി ഞാൻ ഒരു അരമണിക്കൂർ വ്യായാമം ചെയ്യുന്നതാണ്. അതിപ്പോൾ ഒരു ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടല്ല. ഈ മലയാളികളെല്ലാം പറയുന്നത് വീട്ടമ്മമാരാണെങ്കിലും സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും കുറച്ച് പ്രായമുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരുടെയും ഒരു പരാതി അല്ലെങ്കിൽ പരിഭവം എന്ന് പറയുന്നത് വ്യായാമം ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് ഡോക്ടറെ, പക്ഷേ സമയമില്ല എന്നാണ്. ഇത്രയും തിരക്കുള്ള അങ്ങ് എത്രയോ വർഷങ്ങളായിട്ട് വ്യായാമം ഒരു മഹാമന്ത്രമായിട്ട് ഇങ്ങനെ തുടരുകയാണ്. ആ സക്സസ് സ്റ്റോറി എങ്ങനെ നമുക്ക് മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഈ വ്യായാമം എന്ന് പറഞ്ഞാൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് വ്യായാമം ചെയ്തൊരു മസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യേണ്ടത്. ഒരു ബോഡിയിലെ നിങ്ങൾ രാവിലെ പല്ല് തേക്കുന്ന പോലെ, കുളിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന പോലെ ഇതൊരു അരമണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്കല്ല എല്ലാ ദിവസവും ചെയ്യേണ്ട. ആഴ്ചയിൽ 2-3 ദിവസം ചെയ്യുന്നവരുണ്ട്, ആഴ്ചയിൽ 4 ദിവസം ചെയ്യുന്നവരുണ്ട്, ആഴ്ചയിൽ 2 ദിവസം ചെയ്യുന്നവരുണ്ട്. വളരെയധികം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് സമയമില്ല, പക്ഷെ അവർ ആഴ്ചയിൽ 2 ദിവസം അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് അവർ വർക്കൗട്ട് ചെയ്യാറുണ്ട്. പ്രമേഹ രോഗത്തിന് അതിശക്തവും ചെലവില്ലാത്തതുമായ ഒരു ഔഷധം, ദിവസവും 30 മിനിറ്റ് നടത്തം. കേരളത്തിൽ എത്ര ശതമാനം ആൾക്കാർക്കാണ് ഡയബറ്റീസ് ആയിട്ട് കണ്ടുവരുന്നത്? ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ 20% ജനങ്ങൾക്കും പ്രമേഹം ഉണ്ട് എന്നാണ്. ഉണ്ടെന്നാണ്. അതൊരു വലിയ സംഖ്യയാണ്. ആ പ്രമേഹം കൂടാതെ ഈ പ്രമേഹ പ്രാരംഭ അവസ്ഥ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്, പ്രീ ഡയബറ്റിസ്. അതുള്ള അതിൻ്റെ ഇരട്ടി ആൾക്കാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പലർക്കും ഞാനിപ്പം ഒരുപാട് ആൾക്കാരുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ഒരാളായതുകൊണ്ട് പെട്ടെന്ന് ഒരാൾ കുറച്ച് ക്ഷീണിച്ചിരുന്നു കഴിഞ്ഞാൽ എന്താ ഷുഗർ അടിച്ചോ, അതൊരു തമാശ പോലായി. പക്ഷേ ഏറ്റവും കുഴപ്പമുള്ള ഒരു സാധനത്തിലാണ് പെട്ടെന്ന് നിങ്ങളുടെ കംപ്ലീറ്റ് ഓജസ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇതിനെന്താണ് ചെയ്യേണ്ടത്? ഇത് ഇപ്പോൾ പ്രാരംഭ ദശയിൽ ഇത് കണ്ടുപിടിക്കപ്പെട്ടാൽ പലരും പറയുന്നുണ്ട് ഉടനെ ഇത് ഇൻസുലിൻ കുത്തണം അല്ലെങ്കിൽ അത് ചെയ്താൽ ഇനി മാറില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും അതൊരു തെറ്റിദ്ധാരണയല്ലേ. ഇത് നമുക്ക് വളരെയധികം കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് പ്രീ ഡയബറ്റിസ് സ്റ്റേറ്റിലാണ് ഇത് കിട്ടുന്നതെങ്കിൽ, പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ വെറും വയറ്റിൽ നോക്കുമ്പോൾ ഒരു 100 മില്ലിഗ്രാമിൽ കൂടുന്ന അവസ്ഥയാണ്. HbA1c നോക്കാൻ കഴിയുകയാണെങ്കിൽ അത് 5.7 കഴിയുമ്പോഴാണ് പ്രീ ഡയബറ്റിസ് ആകുന്നത്. അത് ഡയബറ്റിസ് ആണെങ്കിൽ 6.5% ആണ്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പരമസന്തോഷമാണ് നമുക്ക്. കാരണം ആ ഒരു വ്യക്തി രോഗിയാകുന്നില്ല. ആ വ്യക്തി രോഗിയാകുന്നതിന് മുൻപ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ രോഗി അല്ലെങ്കിൽ ആ വ്യക്തി രോഗിയാകുന്നതിൽ നിന്നും നമുക്ക് തടയുവാൻ കഴിയും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കാനായിട്ടുള്ളൊരു മനസ്സുള്ള ആളാണെങ്കിൽ. നമുക്കിപ്പോൾ കുറച്ച് രക്തസമ്മർദ്ദമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കൊളസ്ട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ ഒട്ടും വ്യായാമം ചെയ്യാത്ത ഒരാളാണ്. ഇതെല്ലാം നമുക്ക് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന വലിയ രോഗമായ പ്രമേഹത്തെ നമുക്ക് തടയാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും പ്രമേഹം കണ്ടുപിടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാര ഒരുപാട് കൂടി രോഗലക്ഷണങ്ങൾ വന്ന ശേഷമാണ്. ഒരുപാട് പേർക്ക് മടിയാണ് ഇത് പറയാൻ, അല്ലെങ്കിൽ അല്ലേ? പിന്നെ വേറൊരു വലിയൊരു പ്രവണത ഞാൻ കണ്ടിട്ടുള്ളത്, ഒരുപാട് പേര് ഇതൊന്നും അല്ലാത്ത വേറെ ചില ചികിത്സകളിലേക്ക് പോകും. മധുരം കഴിച്ചിട്ടുള്ള ഇത് ശരിയാക്കി കൊടുക്കുന്നവർ, വേറൊരു ഒരു പച്ചിലച്ചാറ്, അതൊക്കെ വളരെ അബദ്ധധാരണകളല്ലേ? അതാണ് ഞങ്ങൾക്കെല്ലാം ഒരു വിഷമം തോന്നുന്ന ഒരു കാര്യമാണിത്. കേരളം വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നിലാണ്. എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെ വ്യാജ ചികിത്സാ കേന്ദ്രങ്ങൾ ഇവിടെ കൂടുതൽ ഉണ്ടാകുന്നു? അതെല്ലാം വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരുപാട് പേര് സ്വന്തമായിട്ട് ഇതിൻ്റെ മരുന്ന്, നിങ്ങളെന്താ മരുന്നാണ് കഴിക്കുന്നത് എന്നാൽ പിന്നെ അതിൻ്റെ പേര് വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലേ, നമ്മളുടെ രാഷ്ട്രീയത്തിലും അറിയപ്പെടുന്ന കലാകാരന്മാർ ഒരുപാട് പേരിങ്ങനെ വ്യാജ ചികിത്സാ കേന്ദ്രങ്ങളിലും അശാസ്ത്രീയമായ ചികിത്സയും ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഉള്ളൊരു പാഠമാണ് പലർക്കും സംഭവിക്കുന്ന അനുബന്ധ രോഗങ്ങൾ. ആദ്യമൊക്കെ രോഗലക്ഷണങ്ങൾ കുറയുന്നതായിട്ട് തോന്നും. പക്ഷേ 5-10 വർഷങ്ങൾ കഴിയുമ്പോൾ വൃക്കയിൽ അസുഖം വരുന്നു. കൂടുതൽ ഇത് കിഡ്നിയാണ് എഫക്ട് ചെയ്യുന്നത്. ഐസൈറ്റ് പോകും, പിന്നെ കാല് പോകും. അതെ. പക്ഷേ ഈ പ്രമേഹത്തിൻ്റെ പ്രാരംഭ ദശയിൽ ആദ്യത്തെ 8-10 വർഷങ്ങൾ ഇതിൻ്റെ ഗുരുതരാവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. കാരണം ഇതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റും ഉണ്ട്. ഒരുപാട് മേഖലകളിൽ ഇത് അതെ, എല്ലാ അവയവങ്ങളെയും ബാധിക്കാവുന്ന ഒന്നാണ്. പ്രമേഹം അതിസങ്കീർണമായ ഒരു രോഗമാണ്. ചികിത്സയ്ക്ക് നിരവധി ഔഷധങ്ങൾ വേണ്ടി വന്നേക്കാം, ഒന്ന് മാത്രം പോരാ. നമുക്ക് ഈ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ചികിത്സകൾക്ക് പിന്നാലെ പോകാതെ എത്രയോ വർഷങ്ങളായിട്ട് ഫലപ്രദമാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞ് ഒരുപാട് റിസർച്ചിലൂടെ തെളിയിക്കപ്പെട്ട ലോകം മുഴുവൻ സ്വീകാര്യമായ
പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത ചികിത്സയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മനസ്സമാധാനമായിട്ട് നമുക്ക് അനുബന്ധ രോഗങ്ങൾ തടയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ടേം ഞാൻ കേട്ടിട്ടുണ്ട്, ജീറിയാറ്റിക് ഡയബറ്റീസ്. വയസ്സായ കാലത്ത് എനിക്കൊന്നുമില്ലായിരുന്നു, പക്ഷേ ഞാൻ 60 വയസ്സിന് ശേഷം അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പ്രായമാകുമ്പോഴത്തേക്ക് പ്രമേഹ രോഗ സാധ്യത അല്ലെങ്കിലും കൂടുതലാണ്. ആണ്. അപ്പോൾ എല്ലാവരിലും ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഏഷ്യയിൽ ജനിച്ച ആൾക്കാർക്ക് മറ്റ് പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നേക്കാളും പ്രമേഹം 3-4 മടങ്ങ് കൂടുതലെന്നാണ്. അങ്ങനെ ഹാർട്ട് അറ്റാക്കും കൂടുതലാണ്. ഹാർട്ട് അറ്റാക്ക് പ്രമേഹമാണ് ഹാർട്ട് അറ്റാക്കിന്റെ കാരണം. അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് തന്നെ കൂടുതലായിട്ട് വരുന്നത്. കാര്യം സാധാരണ പറയാറുണ്ട് കേരളത്തിലെ ഹാർട്ട് അറ്റാക്ക് റേഷ്യോ ഒക്കെ വളരെയധികം കൂടുന്നു. അതൊക്കെ ഈ ഡയബറ്റീസിന്റെ ഒരു കാരണം കൂടാണല്ലേ? ഇപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഹൃദ്രോഗബാധ 3 മുതൽ 4 മടങ്ങ് കൂടുതലാണ്. പക്ഷെ ഇവിടെ ഒരു സത്യമുള്ളത്, ഈ പ്രമേഹ പ്രാരംഭ അവസ്ഥയിലുള്ള ആൾക്കാർക്കും ഈ കണക്ക് അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പ്രമേഹ പ്രാരംഭാവസ്ഥ നമുക്ക് വളരെ ഗൗരവം കൊടുത്ത രോഗലക്ഷണങ്ങളൊന്നുമില്ല എങ്കിലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ചികിത്സിക്കണമെന്ന് പറയുന്നത്. എല്ലാം ആവശ്യ വിദ്യാഭ്യാസമാണ്. ഇപ്പോൾ ലോകപ്രശസ്തനായ മോഹൻലാലിനെ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് തന്നെ പ്രമേഹ വിദ്യാഭ്യാസം, പ്രമേഹ പ്രതിരോധത്തിനായിട്ട് ജനങ്ങൾ സ്വീകരിക്കാനായിട്ടാണ്. ഇപ്പോൾ ഒരു ഡോക്ടറെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരത് അനുസരിക്കാൻ പോകുന്നില്ല. അല്ല, ഇപ്പോൾ ഈ കേശവദേവ് ട്രസ്റ്റ് തന്നെ എനിക്ക് തോന്നുന്ന ഒരു കേരളത്തിലെ പല ഭാഗങ്ങളായിട്ട് 400ഓളം ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് അല്ലേ? ഇതിനധികം ക്യാമ്പുകൾ. അപ്പോൾ അതിൽ നിന്ന് ശരിക്ക് എന്താണ് ഉണ്ണികൃഷ്ണൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ജ്യോതിദേവ് മനസ്സിലാക്കിയിരിക്കുന്നത്? നമ്മുടെ ഇനി എങ്ങനെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രതിരോധം നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്, ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ കേശവ ട്രസ്റ്റിൻ്റെ ഡയബ് സ്ക്രീൻ കേരള പ്രോജക്റ്റ് കഴിഞ്ഞൊരു 7-8 വർഷങ്ങളിലായിട്ട് 410ഓളം സൗജന്യ പ്രമേഹ നിർണയ ബോധവൽക്കരണ ചികിത്സാ ക്യാമ്പുകൾ കേരളത്തിലെ ഗ്രാമങ്ങളിൽ, നഗരങ്ങളൊക്കെ സംഘടിപ്പിച്ചു. ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. ഇതിൽ നിന്നുള്ള ഒരുപാട് ഡേറ്റ നമ്മൾ പല അന്തർദേശീയ സമ്മേളനങ്ങളിൽ അവതരിപ്പിച്ചു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചു. രോഗികളെ ആത്മാർത്ഥമായിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രമേഹം. അവർ ഇഞ്ചക്ഷൻസ് എടുക്കുന്നുണ്ട്, മരുന്നുകൾ എടുക്കുന്നുണ്ട്, ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ ക്യാമ്പുകളിൽ നിന്നും ഞങ്ങൾ പഠിച്ചൊരു പാഠം, ഞങ്ങൾ ഇവരെ ചികിത്സിക്കാറില്ല, നമ്മൾ ഇവർക്ക് ബോധവൽക്കരണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചികിത്സിക്കുന്ന ഇടങ്ങളിലേക്ക് പോകാൻ പറയും. പക്ഷേ ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കാരണം, ഇപ്പം വേറെ ഏത് രോഗമാണെങ്കിലും രോഗി അതിനെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് രോഗി മുഴുവൻ പഠിച്ചിട്ട് ചികിത്സിക്കേണ്ട ഒന്നാണ്. അപ്പോൾ കാര്യം അവർ പറയാറുണ്ട്, ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ മധുരം കഴിക്കാം. പിന്നെ ഈ മദ്യപാനം, പുകവലിയൊക്കെ ഇതിന് ഇത് എല്ലാം അപകടമാണ്. അപ്പോൾ ഈ ചെയ്യുന്ന ഘടകങ്ങളാണ്. ഈ ചികിത്സയിലിരിക്കുന്ന 70% പേരുടെയും ചികിത്സ പരാജയമാണ്. ഒരു 20-25% പേർക്ക് മാത്രമേ ചികിത്സയുടെ പ്രയോജനം കിട്ടുന്നുള്ളൂ. അതെ. അപ്പം ഇങ്ങനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് രോഗികളിൽ ഒരു ഭയം ഉണ്ടാക്കുക, നമ്മൾ അവരെ പഠിപ്പിക്കുക. അതായത് ഈ ചികിത്സ പരാജയപ്പെടുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ കേരളത്തിൽ, ഏറ്റവും കൂടുതൽ ഹൃദ്രോഗങ്ങൾ കേരളത്തിൽ. അപ്പം ആ ഒരു കണക്ക് നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റി എഴുതണം. പക്ഷേ ഈ പുതിയ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, എല്ലാം പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടോ? നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഇതിന് വലിയൊരു ഘടകമല്ലേ? ഇപ്പം പാരമ്പര്യം അല്ലെങ്കിൽ ഒരുപാട് തലമുറകളായിട്ട് കഴിച്ചു വന്ന ഭക്ഷണമൊക്കെ ഇതിനൊരു റീസണാണ്. നമ്മൾ പറയുന്നത് ഇപ്പോൾ ആഹാരം മിതമായിട്ട് തന്നെ കഴിക്കുക, അമിതമാകാൻ പാടില്ല. അമിതമായിട്ട് ആഹാരം കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിപ്പിക്കാനും കുട്ടികളെ. അതെ. പണ്ട് കുട്ടികളൊക്കെ വലിയ തടിച്ചിരിക്കുന്നതാണ്, അതിനുവേണ്ടി ഒരുപാട് മധുരം കൊടുക്കാറുണ്ട്, ചോക്ലേറ്റ്സ് കഴിക്കാറുണ്ട്. ഞാനൊന്നും ഒരു കുട്ടികൾക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാറില്ല. അല്ലാതെ തന്നെ ഒരു അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ അമിതവണ്ണം പ്രമേഹത്തിന് കാരണമാകും എന്ന് സത്യമാണ്. പക്ഷേ ഈ അമിതവണ്ണം എന്ന് പറയുന്നത് എപ്പോഴും പ്രമേഹത്തിന് കാരണമാകുന്നില്ല. ഈ വണ്ണമുള്ള ആൾ ദിവസവും 30 മിനിറ്റ് നടക്കാനായിട്ട് ഒന്ന് സമയം കണ്ടെത്തുകയാണ് എങ്കിൽ ആ വണ്ണമുള്ള ആൾ പ്രമേഹ രോഗി ആകുന്നില്ല. കാരണം അങ്ങനെ നടക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക്, ആരോഗ്യമുള്ള വ്യക്തിക്ക് ഈ ഗ്ലൂക്കോസ് കരിഞ്ഞു പോവുകയാണ്. ഈ ഗ്ലൂക്കോസ് എനർജിയാണല്ലോ. അപ്പോൾ ആ ഗ്ലൂക്കോസ് കരിഞ്ഞു പോകുന്നത് കാരണം രക്തത്തിലെ പഞ്ചസാര വർദ്ധിക്കുന്നുമില്ല, രക്തസമ്മർദ്ദം ഉണ്ടാകുന്നില്ല, രക്തത്തിലെ കൊഴുപ്പും കൂടുന്നില്ല. കുട്ടികൾക്ക് അമിതാഹാരം കൊടുക്കരുത്. അത് സ്നേഹിക്കലല്ല, അത് ക്രൂരമാണ്. അവരെ ഓടിച്ചാടി കളിക്കാൻ അനുവദിക്കൂ. യഥാർത്ഥ സമ്പത്ത് ആരോഗ്യമാണ്. ഞങ്ങളുടെ കേശവ ട്രസ്റ്റ് നടത്തിയ ക്യാമ്പുകളിൽ ഞങ്ങൾ ഇങ്ങനെ ചികിത്സ 70% പേർക്ക് പരാജയമാണെന്ന് കണ്ട്, അത് ലോകവ്യാപകമായിട്ട് ഏകദേശം 50% രോഗികളിലും ചികിത്സ പരാജയമാണ്. അതിന് കാരണം ഈ ഡോസ് അല്പം കൂടിപ്പോയി കഴിഞ്ഞാൽ ഷുഗർ താന്നു. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അത് ഭയന്ന് ഈ താന്നു പോകുന്നത് ഭയങ്കര അപകടമാണ്. മരണം വരെ സംഭവിക്കാം പെട്ടെന്ന് താന്നു പോയാൽ. ഹാർട്ട് അറ്റാക്ക് വരാം,
ബോധക്ഷയം വരാം, മരണം സംഭവിക്കാം. പക്ഷെ കൂടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അപകടം സംഭവിക്കുന്നില്ല. വർഷങ്ങൾ കൊണ്ട് ഓരോ അവയവങ്ങൾ പതിയെ പതിയെ നശിച്ചു പോവുകയാണ്. അപ്പോൾ കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം. നമ്മുടെ സ്പീഡ് സിനിമ പോലെയാണ്. സ്പീഡ് കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇതിനിടയിൽ നിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഗ്ലൂക്കോമീറ്റർ വേണം, സ്വന്തമായിട്ട് രക്തപരിശോധന നടത്തണം. അപ്പോൾ പ്രമേഹ രോഗി എന്ന് പറയുന്നത് ഒരു നല്ല ഒരു വിദ്യാർത്ഥിയെ പോലെ ഡയബറ്റിസ് ടീമിൻ്റെ ചുറ്റും ഇരുന്ന് പല പല ആവർത്തി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി സ്വയം ചെയ്യാനുള്ള ഒരു ശേഷിയുള്ള ആളായിരിക്കണം. അല്ലെങ്കിലാണ് ഈ പരാജയം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് വീട്ടിലുണ്ടാകണം അല്ലേ? അതെ, തീർച്ചയായിട്ടും ഒരാളെങ്കിലും വീട്ടിൽ സഹായിക്കാനുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു നമ്മൾക്കിപ്പോൾ പ്രായമുള്ള ആൾക്കാർ ഒരുപാട് പേര് കേരളത്തിലുണ്ട്. അപ്പോൾ അവർ പല ആൾക്കാരും ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റില്ല, അവർക്ക് എത്താൻ പറ്റുന്നില്ല. ഒരുപാട് ഇപ്പോൾ ഞാൻ വളരെ അടുത്ത കാലത്ത് ഒരു മൊബൈൽ യൂണിറ്റ്, ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള മൊബൈൽ യൂണിറ്റ് കേരളത്തിൽ ആദ്യമായിട്ട് ഞാനാണ് ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ അവർ വീടുകളിൽ പോയിട്ട് ഒരുപാട് പേർക്ക് ഡയാലിസിസ് ചെയ്ത് ഒരുപാട് കിഡ്നി അഫക്റ്റ് ചെയ്തില്ലേ? അതെ. പിന്നെ പല ആൾക്കാർക്ക് ബ്ലൈൻഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ വരാൻ പറ്റുന്നില്ല. പ്രായമുള്ള ആൾക്കാർക്ക് ഡയബറ്റീസ് വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ കേൾവി കുറയുന്നതിന് അത് കാരണമാകും. പിന്നെ കാൽപാദങ്ങളുടെ വ്രണങ്ങളും അതുപോലെ കാല് മുറിച്ചു മാറ്റപ്പെടുന്നതിലും ആ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിലും പ്രായമുള്ള ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നൊരു ചെറിയൊരു മെസ്സേജ് എന്ന് പറയുന്നത് 30-40 വയസ്സിൽ പ്രമേഹത്തിന് രോഗലക്ഷണങ്ങളില്ല എങ്കിൽ പോലും ആ ഗൗരവം അതിന് കൊടുത്ത് ചികിത്സിക്കുകയാണ് എങ്കിൽ നമുക്ക് വാർദ്ധക്യം ആഘോഷിക്കാം. അതെ. നമ്മൾ ഒരുമിച്ചൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, വാർദ്ധക്യം ആഘോഷിക്കുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ ഇതിന് ബേസിക് ആയിട്ട് ഒരു എല്ലാത്തിനും ചില റൂളുകളുണ്ടല്ലോ. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ കണ്ടുപിടിച്ച 2-3 പ്രധാന ഒരു സ്ലോഗൻ പറയാം. ഒരു ഇങ്ങനെ ചെയ്താൽ ഇത് ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഒരു നമുക്ക് ചെറിയ കാര്യങ്ങൾ 3 കാര്യങ്ങൾ. മടി കൂടാതെ ദിവസവും അരമണിക്കൂറെങ്കിലും എത്ര തിരക്കാണെങ്കിലും, ഇപ്പോൾ മിസ്റ്റർ മോഹൻലാൽ ഇവിടെ പറഞ്ഞതുപോലെ, മലയാളികൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന മിസ്റ്റർ മോഹൻലാൽ പറഞ്ഞതുപോലെ അരമണിക്കൂർ വ്യായാമം ചെയ്യാനുള്ളൊരു സമയം എങ്ങനെയും കണ്ടെത്തുക. 2, ഭക്ഷണമാകാം, അത് കൂടുതലാകരുത്. മധുരം കുറയ്ക്കുക, കൊഴുപ്പ് ഭക്ഷണത്തിൽ കുറയ്ക്കുക. നമുക്ക് എത്ര ആരോഗ്യമുണ്ട് എന്നൊരു അഹങ്കാരം ഉണ്ട് എങ്കിലും വർഷത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും രക്തത്തിലെ പഞ്ചസാര, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് ചികിത്സിക്കേണ്ടതാണ് എങ്കിൽ ചികിത്സിക്കുക. ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. കാരണം നമുക്ക് നമ്മളുടെ മലയാളികൾക്ക് അല്ലെങ്കിൽ പ്രമേഹം ഉള്ളവർക്ക് ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. എന്നോട് വിഷമം തോന്നരുത്. നമ്മുടെ പ്രിയപ്പെട്ട ലാലു ചേട്ടൻ നാളെ ഒരു ദിവസം, ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം, പ്രമേഹ രോഗം പിടിപെടുന്നു എന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക, എന്തായിരിക്കും പ്രതികരണം? അല്ല, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആദ്യത്തെ പ്രതികരണം നിങ്ങളുണ്ടല്ലോ എന്നൊരു സമാധാനമാണ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇത്തരം ഒരു ഈവൻ നമ്മളിപ്പോൾ ഈ ഡിസ്കഷനിലൂടെ എനിക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് അറിവുകൾ കിട്ടി. അപ്പോൾ എനിക്ക് വേറൊരാൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇതിപ്പോൾ ഇതെങ്ങനെ വരാതിരിക്കാം എന്നുള്ള ഒരു ധാരണയിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാം. പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇത്തരം നിരന്തരമായ ഈ പിന്നെ എന്താ പറയുന്നത് ലബോറട്ടറി ടെസ്റ്റുകളിലൂടെയോ അല്ലേ, എല്ലാ വർഷമായിട്ടുള്ള ചില ടെസ്റ്റുകളിലൂടെയൊക്കെ ഇതിൻ്റെ ഒരു പറഞ്ഞല്ലോ പ്രാരംഭ ദശ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അതെ. അപ്പോൾ അത്തരത്തിൽ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ളതും നമുക്കുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വന്നാൽ തന്നെ അതിനെ വളരെ ധൈര്യമായിട്ട് നേരിടുകയും അതിൽ നിന്ന് വിമുക്തനാകാനുള്ള എല്ലാവിധ സഹായങ്ങളും ഈ മെഡിക്കൽ സയൻസിൽ നമ്മൾ സ്വീകരിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഞാൻ പെട്ടെന്നൊരു കാര്യം കൂടെ പറയാം. ഞാൻ പിന്നെ സിനിമ ഷൂട്ട് ചെയ്യുന്നൊരു വീട്ടിൽ ഞാൻ അദ്ദേഹത്തെ ആയിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ വലിയൊരു പാടുണ്ട് തലയിൽ, നെറ്റിയിൽ. ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ലാൽ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അയാൾ വളരെയധികം പ്രമേഹമുള്ള ഒരാളായിരുന്നു. ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രമേഹം മുഴുവൻ മാറി. എന്താണ് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭക്ഷണം നിയന്ത്രിച്ചു, ഞാൻ സൂര്യ നമസ്കാരം ചെയ്യും എല്ലാ ദിവസവും 108 അല്ലെങ്കിൽ 100 എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസാണ്. അദ്ദേഹം പറയുന്ന അത്ഭുതകരമായിട്ട് ഞാൻ ഇതിനെ എക്സസൈസ് എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് ധ്യാനമാക്കി മാറ്റി ഞാൻ ഇതിൽ നിന്ന് വിമുക്തനായി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഈ സൂര്യ നമസ്കാരം അല്ലെങ്കിൽ നടക്കുക അല്ലെങ്കിൽ ഭക്ഷണം പിന്നെ വളരെ കൺട്രോൾ ചെയ്ത് കഴിക്കുക, ഒരുപാട് ചിട്ടകളിലൂടെ അത് വരുത്താതിരിക്കാൻ ഞാൻ ശ്രമിക്കും.
അപ്പോൾ ദ മെസ്സേജ് ഈസ് ഡയബറ്റീസ് ഇസ് പ്രിവെൻറ്റബിൾ അല്ലേ? നമുക്ക് മനസ്സുണ്ട് എങ്കിൽ നമുക്ക് പ്രമേഹം പ്രതിരോധിക്കാൻ സാധിക്കും. നമുക്ക് ജീവിതം നല്ല മധുരമായി ആസ്വദിക്കാൻ പറ്റും. മറ്റേത് മധുരം മാത്രമേ ആസ്വദിക്കാൻ പറ്റൂ അല്ലേ? ദ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ചീപ്പസ്റ്റ് മെഡിസിൻ ഫോർ ഡയബറ്റീസ് ഡെയിലി 30 minutes വാക്കിംഗ്. ഒരു ഒറ്റ സംശയം കൂടെ, ഇത് മനുഷ്യന് മാത്രമാണോ ഈ ബാക്കിയുള്ള ജീവികൾക്കൊക്കെ വരും, ആനിമൽസിലേക്കും? നല്ലൊരു ചോദ്യമാണ്. അതെ. അമേരിക്കയിൽ ഈയിടെ ഒരു പുതിയൊരു റിസർച്ച് ഫൈൻഡിങ് ഞാൻ വായിച്ചു. അവിടെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്കും പൂച്ചകൾക്കും വളരെ കൂടുതലായിട്ടാണ് ഇപ്പോൾ പ്രമേഹമുള്ളത്. ആണല്ലേ? അതിൽ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾക്കൊക്കെ 300-200 പൂച്ചകളിൽ ഒരാൾക്ക് വീതമാണ് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളത്. ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് എടുക്കുന്ന പൂച്ചകൾ വരെയുണ്ട്. എല്ലാത്തിനും കാരണം ലേസിനെസ്. അതായത് അവർ വീടിനുള്ളിലാണ് ഈ പൂച്ചകൾ. ഒരുപാട് അവരുടെ ജീവിതത്തിൽ അവർ ഓടിച്ചാടിയും നടക്കുന്നില്ല. അപ്പം മൃഗങ്ങൾക്കും വരുന്നൊരു രോഗം തന്നെയാണ്. ഈ യങ്സ്റ്റേഴ്സിൽ ഇത് ഒരുപാട് പേർക്ക് ഇത് കാണുന്നുണ്ടെന്നൊക്കെയാണ് എൻ്റെ റിപ്പോർട്ടുകൾ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ ഈ ഡയബറ്റീസ് ബാധിച്ച ഒരു 10, 50 അല്ലെങ്കിൽ 60 വയസ്സിനൊക്കെ താഴെയുള്ളവർക്കൊരു പ്രത്യേക ഒരു മെൻ്റൽ ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഒന്ന് ശരിയാണ്. അതായത് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 8-10 വർഷം സാധാരണ ആൾക്കാർ അതങ്ങ് അവഗണിക്കും. കാരണം പ്രത്യേകിച്ച് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, ക്ഷീണം വരുന്നില്ല. 8-10 വർഷം കഴിയുമ്പോഴാണ് ശരീരം ക്ഷീണിക്കുന്നതും കാഴ്ച, കിഡ്നി ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ആ അടിസ്ഥാന ചികിത്സ, പ്രാരംഭത്തിലെ സമഗ്ര ചികിത്സ ലഭിച്ചില്ല എങ്കിൽ ഒരു 8-10 വർഷം കഴിയുമ്പോൾ തന്നെ ഒരു 85% പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ലൈംഗിക സുഖം അങ്ങ് നഷ്ടപ്പെടും. പുരുഷന്മാർക്കാണെങ്കിൽ എറക്ഷൻ, അതായത് ഉദ്ധാന ശക്തി ഏറെക്കുറെ പൂർണ്ണമായിട്ട് തന്നെ നഷ്ടപ്പെടും. പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. പുറമേ നോക്കുമ്പോഴത്തേക്ക് ആരോഗ്യമുള്ളൊരു മനുഷ്യൻ, പക്ഷേ ഇത് അവരെ മാനസികമായിട്ട് കാര്യമായിട്ട് ഇങ്ങ് തളർത്തും. പലപ്പോഴും ഈ രോഗികൾ ഡോക്ടർമാരോട് തുറന്ന് സംസാരിക്കാറില്ല. കാരണം അവർക്ക് തന്നെ അറിയാം ഇതിന് ഫലവത്തായ ചികിത്സ കിട്ടില്ല എന്നൊക്കെ. പക്ഷേ ഫലവത്തായ ചികിത്സ ഉണ്ട്, ഇല്ല എന്നല്ല, ഫലവത്തായ ചികിത്സയുണ്ട്. പലപ്പോഴും അതിനുള്ള ചികിത്സയുടെ ചിലവ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ആദ്യമേ നന്നായിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ ചിലവ് ഒന്നും കാണത്തില്ല, വളരെ കുറവായിരിക്കും. ഇത് നമുക്ക് സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ട്, നല്ല ഇഞ്ചക്ഷൻസ് ഉണ്ട്, അതുപോലെ ഇൻസുലിൻ പമ്പ് തെറാപ്പി. ഇതിലൊക്കെ ഇത് ഏകദേശം ഇൻസുലിൻ പമ്പ് തെറാപ്പി വളരെ സക്സസ്ഫുൾ ആണ്. ഇതിനൊന്നൊരു അല്ലേ സൂചിപ്പിക്കേണ്ട. അതെ. നമ്മളുടെ തന്നെ ഒരുപാട് ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസും നമ്മളുടെ തന്നെ ഒറിജിനൽ റിസർച്ചും ഒക്കെ ഉണ്ട്. അത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു സാധാരണ ചികിത്സയാണ്. അതിൻ്റെ ഒരു പോരായ്മ അതിന് കൂടുതൽ പൈസ വേണമെന്നാണ്. പക്ഷേ അതിൽ പ്രത്യേകിച്ച് ഒരു പുതിയ ചികിത്സാ രീതിയൊന്നുമല്ല, ഇൻസുലിൻ കൊടുക്കുന്ന വേറെ വിധത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും ആൾക്കാർ പറയും എനിക്ക് ചെറിയൊരു മൈൽഡ് ഡയബറ്റീസ് ആണ്, ചെറിയൊരു ഗുളിക. അങ്ങനെ ഇതിൽ അങ്ങനെ മൈൽഡ് ഡയബറ്റീസ് ഒന്നും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ? നമ്മുടെ ഇത് ഷുഗർ കൂടിക്കഴിഞ്ഞാൽ പ്രമേഹം തന്നെയാണ്. അല്ല, കുറച്ച് ഇറ്റ്സ് ലൈക്ക് പ്രഗ്നൻസി, എനിക്ക് ചെറിയൊരു ഗർഭം അങ്ങനെ പറയലല്ലോ, മൈൽഡ് പ്രഗ്നൻസി എന്ന് പറയാറില്ലല്ലോ. അത് വളരെ സത്യമാണ്. അതായത് പക്ഷേ മോഹൻലാൽ പറഞ്ഞതുപോലെ എല്ലാവരും മനസ്സിലാക്കുക, നമുക്ക് മൈൽഡ് പ്രഗ്നൻസി എന്ന് പറഞ്ഞ പോലെ ഒരെണ്ണം ഇല്ല. ഗർഭിണിയായാൽ ഗർഭിണി തന്നെയാണ്. അതുപോലെ തന്നെ ഡയബറ്റീസ് ചെറുതും വലുതും എന്നൊന്നുമില്ല. അത് ഒരുപോലെ അതിന് ഗൗരവം കൊടുത്ത് ചികിത്സിക്കുക. മാത്രമല്ല, നമ്മൾ ഈ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അടുത്ത തലമുറയെ കൂടെ നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് ആക്കി മാറ്റുകയാണല്ലേ? അതെ. ഒരു സംശയം കൂടെ ചോദിക്കാം. കാര്യം ഈ പ്രമേഹം എന്ന് പറയുന്നത് ഒന്നാമത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് പല സ്ഥലത്തുനിന്നും ഗ്യാദർ ചെയ്ത കാര്യങ്ങൾ വെച്ചാണ് ആൾക്കാർ പെരുമാറുന്നത്. അപ്പോൾ വളരെ കോമൺ ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് ഇത് ഇൻസുലിൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ പറ്റില്ല, ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഇത് കുത്തി വെച്ചുകൊണ്ടിരിക്കണം, അതിന് പകരം മരുന്ന് കഴിക്കും, അല്ലെങ്കിൽ വേറെ ഒരു പച്ച മരുന്നുണ്ട് അത് കലക്കി കുടിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇൻസുലിൻ ഒരിക്കൽ അതിൻ്റെ ഡോസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ കൊണ്ടുവരികയും അത് നിർത്താനും ഒക്കെ സാധിക്കില്ലേ? പിന്നെ തീർച്ചയായിട്ടും അതെല്ലാം തെറ്റിദ്ധാരണകളാണ്. ഇൻസുലിൻ സ്വാഭാവികമായിട്ട് ശരീരത്തിലുള്ളൊരു ഹോർമോണാണല്ലോ, അത് മരുന്നല്ലല്ലോ. അപ്പോൾ ആ ഇൻസുലിൻ വറ്റി തീർന്നു പോകുന്നതിന് മുമ്പ്, അത് ചോർന്നു പോകുന്നതിന് മുൻപാണ് നമ്മൾ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നതെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും നിർത്താം. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഗവേഷണത്തിൽ നമ്മൾ ചെയ്യുന്നത് പ്രമേഹം പുതുതായിട്ട് കണ്ടെത്തുന്ന ആൾക്കാർക്ക് ആദ്യത്തെ 3-4 മാസം ഇഞ്ചക്ഷൻസ് കൊടുക്കും. അത് ഇൻസുലിനുണ്ട്. ഇപ്പോൾ അല്ലാതെയുള്ള ശരീരഭാരം കുറയ്ക്കുവാനും പ്രമേഹം കുറയ്ക്കുവാനുമുള്ള പുതിയ ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ അല്പമാസങ്ങൾ മാത്രം മതി. അത് കഴിഞ്ഞാൽ ഭാഗ്യമുണ്ട്, രോഗി അനുസരണയുള്ളൊരു മനുഷ്യനാണ് എങ്കിൽ ഒരു മരുന്നും കൂടാതെ പോലും നമുക്ക് ശേഷിച്ച ജീവിതം തുറന്നുകൊണ്ട് പോകാൻ സാധിക്കും. ശരീരത്തെ പറ്റി പറയുന്നത് നമ്മൾ അതിന്
അതിനൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ അത് 100% അത് നമ്മളെ സഹായിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുള്ള മുക്തി നേടുന്നുള്ളതാണ്. ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ വൈകിപ്പിക്കുന്നത് വിഡ്ഢിത്തമാണ്. അപ്പോൾ ഞങ്ങളുടെ ഡേറ്റയിൽ ഏകദേശം ഇപ്പോൾ ഒരു 500-ലധികം പരിപൂർണമായിട്ട് ചികിത്സ ഭേദമായിട്ട് ഞങ്ങളുടെ തുടർ ചികിത്സയിൽ വെറുതെ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് കണ്ടെത്തി ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ നമ്മളുടെ അടുത്തെത്തിയ ആൾക്കാരാണ്. അപ്പോൾ ഇൻസുലിനെ ഒരിക്കലും ഭയക്കരുത്. ഇൻസുലിൻ നമ്മളെ ഭയക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു വിഡ്ഢിത്തമാണ്. ഭാവിയിൽ മറ്റ് അനുബന്ധ രോഗങ്ങൾ വന്നെത്തുകയും ചെയ്യും. അങ്ങയുടെ ഈ കേശവദേവ് മറ്റേ ഒരു ട്രസ്റ്റിൽ കേശവദേവ് ട്രസ്റ്റിൻ്റെ ഡയബ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയബറ്റിസ് സ്ക്രീൻ അതിൻ്റെ ഒരു ചുരുക്ക നാമധേയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു അവയർനെസ് ആൾക്കാരിൽ ഉണ്ടാകട്ടെ. ഇതിലേക്ക് ബന്ധപ്പെടാൻ ഒരുപാട് പേര് ഉണ്ടാകട്ടെ. ഒരുപാട് പേർക്ക് അങ്ങയുടെ ഈ ട്രസ്റ്റ് മുഖാന്തരം അവരുടെ ജീവിതം സന്തോഷമായി തിരിച്ചു കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിലേക്ക് ബന്ധപ്പെടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? കേശവ ട്രസ്റ്റിൻ്റെ സൗജന്യ പ്രമേഹ ബോധവൽക്കരണ നിർണയ ക്യാമ്പുകൾ നമ്മൾ എല്ലായിടത്തും നടത്തുന്നുണ്ട്. അടുത്ത ആഴ്ച ബോംബെയിലാണ്. ആയിരക്കണക്കിന് മലയാളികളാണ് അവിടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സൗജന്യ ചികിത്സയാണ്. സൗജന്യമാണ്. പ്രമേഹം ചികിത്സിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധവൽക്കരണമാണല്ലോ. അപ്പോൾ ഈ ബോധവൽക്കരണമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. തീർച്ചയായിട്ടും ചികിത്സാ നിർദ്ദേശങ്ങളും നമ്മൾ അവർക്ക് കൊടുക്കും. നിങ്ങളുടെ അതിൻ്റെ ഇമെയിൽ ഐ ഡി എന്ന സൈറ്റിൻ്റെ പേര് keshavdev.net, ഇമെയിൽ ഐ ഡി camps@keshavdev.net, അല്ലെങ്കിൽ ടെലിഫോണിൽ 09846040055. അങ്ങ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഒരു മഹാഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. തീർച്ചയായിട്ടും ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് ഡോക്ടർ ഈ ഒരു രോഗത്തിനെതിരെ ചെയ്യുന്നത്. അത് ഏറ്റവും ഫലവത്തായി മാറട്ടെ. കേരളത്തിലെ പിന്നെ ഒരു പക്ഷേ അടുത്തൊരു 3-4 വർഷം കഴിഞ്ഞ് നമ്മൾ ഇതിനെപ്പറ്റി വീണ്ടും സംസാരിക്കുമ്പോൾ അങ്ങേക്ക് അഭിമാനത്തോടെ പറയാം, ഒരു പക്ഷേ നമ്മുടെ ഈ പ്രവൃത്തി കൊണ്ട് നമുക്കൊരു 10% ആൾക്കാരെ ഇതിൽ നിന്ന് വിമുക്തനാക്കാൻ കഴിയുന്നുണ്ട്. അതിനുള്ള എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. താങ്ക് യു. വളരെ താങ്ക് യു. ഡയബറ്റീസ് ഈസ് നോട്ട് ഓഫ് ഷുഗേഴ്സ് അലോൺ. ട്രീറ്റ് യുവർ കൊളസ്ട്രോൾ, ട്രീറ്റ് യുവർ ബ്ലഡ് പ്രഷർ ഇഫ് എനി. ദാറ്റ്സ് ദ റൂട്ട് ടു സക്സസ്. ലെറ്റ് us together fight diabetes. Diabetes is not of sugars alone. Treat your cholesterol, treat your blood pressure if any. That's the road to success. Let us together fight diabetes. കുട്ടികൾക്ക് അമിതാഹാരം കൊടുക്കരുത്. അത് സ്നേഹിക്കലല്ല, അത് ക്രൂരമാണ്. അവരെ ഓടിച്ചാടി കളിക്കാൻ അനുവദിക്കൂ. യഥാർത്ഥ സമ്പത്ത് ആരോഗ്യമാണ്. നിങ്ങളുടെ പ്രായം 30-ന് മുകളിലാണോ എങ്കിൽ നിങ്ങളുടെ രക്തസമ്മർദ്ദം, രക്തത്തിലെ പഞ്ചസാര, കൊളസ്ട്രോൾ 6 മാസത്തിലൊരിക്കൽ പരിശോധിക്കാൻ ശ്രമിക്കുക. ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ വൈകിപ്പിക്കുന്നത് വിഡ്ഢിത്തമാണ്. പ്രമേഹം അതിസങ്കീർണമായ ഒരു രോഗമാണ്. ചികിത്സയ്ക്ക് നിരവധി ഔഷധങ്ങൾ വേണ്ടി വന്നേക്കാം. ഒന്ന് മാത്രം പോരാ. പ്രമേഹ രോഗത്തിന് അതിശക്തവും ചെലവില്ലാത്തതുമായ ഒരു ഔഷധം ദിവസവും 30 മിനിറ്റ് നടത്തം.